ക്ലീറ്റോ കുറച്ച് പൊതുജനത്തിലൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ക്ലീറ്റോ എന്തെങ്കിലും സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാരത് സമ്മതിക്കും. പൈസ ആണെങ്കിലും ഒക്കെ കൊടുക്കും. അതാണ്. പക്ഷെ എന്നാലും ക്ലീറ്റോന് അറിയാത്ത ആരാടിയുള്ളത്? ക്ലീറ്റോ ആണെന്നല്ലേ. അല്ല, ഇത് ബംഗാളി ആയോണ്ട് അവർക്ക് അറിയാൻ പറ്റൂലല്ലോ. അവർക്കൊക്കെ വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ക്ലീറ്റോ. ഇത് പക്ഷെ എങ്കിൽ പുതിയ വല്ല ആളും ആയിരിക്കും അല്ലേ? ആയിരിക്കും. വന്നിട്ട് അധികമായിട്ടുണ്ടാവത്തില്ല. പേര് കുറെ കേട്ടിട്ടുണ്ടാവുകയെ, അങ്ങനെയായിരിക്കും കൊടുത്തേക്കുന്നത്. അതറിയാവുന്നോണ്ടാണല്ലോ ഇങ്ങനെ കൊടുത്തത്. എന്നാലും കുറച്ച് കടുപ്പായി പോയില്ലേ? അയ്യോ പിന്നെ ഞെട്ടിപ്പോയി. പിന്നില്ലേ, പാവം പിടിച്ച് അവനെ സംശയിച്ചു. റൊണാൾഡോ അച്ചാച്ചനാന്ന് വിചാരിച്ചു. റൊണാൾഡോന്ന് വിചാരിച്ചു. ഇവിടെ ക്ലീറ്റോ ചേട്ടൻ അല്ലെങ്കിൽ പിന്നെ റൊണാൾഡോ അച്ചാച്ചൻ, ഇവർ രണ്ടുപേരും അല്ലേ ഉള്ളു. അപ്പൊ ഇതൊക്കെ ഇവർ രണ്ടുപേരും അല്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങളും അങ്ങ് ഞെട്ടിപ്പോയി. ഇത് പിന്നെ ആരാന്ന് വിചാരിച്ചു. പക്ഷെ പിടിക്കും. പിന്നെ അല്ലാതെ പോലീസ് പരാതി കൊടുക്കണുണ്ടോ? അതെ, അല്ലാതെ പിടിക്കാന്ന്. പോലീസ് ഇപ്പൊ അവൻ കനകന് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ സ്റ്റേഷനല്ലേ, അതവനങ്ങ് ചെയ്തോളും. പക്ഷെ ഇതെന്താന്ന് വെച്ചാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ വിധിയായിരിക്കും. അതെ, അല്ല അത് വേണമല്ലോ അല്ലേ? അല്ല, ഇങ്ങനെ ഒരു ചതി ഇനി വേറെ എവിടെയെങ്കിലും പോയി ചെയ്യാൻ പാടില്ലേ. ക്ലീറ്റോനൊക്കെ തൊടണേന്നുള്ളത് അവൻ അറിഞ്ഞൂടെ ആരാണെങ്കിലും. ക്ലീറ്റോ ചേട്ടനെ പറ്റി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് പോകുന്നവനായിരിക്കും. എത്ര പേര് കള്ളത്തരം ചെയ്യുന്നുണ്ടാവും. ഇതോടുകൂടി കള്ളത്തരം പൊളിയും ചെയ്യും. അവന്റെ കാര്യത്തിൽ ഇനി തീരുമാനം ആരുടെയും ചെയ്യൂല. ചെയ്യരുത്. അതന്നെ. എന്റെ ആളിയെ ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് അളിയന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ ആരത് ചെയ്തെന്ന് പറ. അതാണ് എനിക്കറിയേണ്ടത്. എന്റെ പേരും പറഞ്ഞ് തെമ്മാടിത്തരം കാണിച്ച ആരെന്ന് എനിക്കറിയണം. എന്റെ അളിയെ എനിക്ക് പൈസ മേടിക്കണേ എന്റെ പേര് പറഞ്ഞാ പോരെ? ഞാൻ അളിയന്റെ പേര് പറഞ്ഞ അങ്ങനെ നീ വലിയ പുണ്യാളനൊന്നും ഞാൻ വേണ്ട. നീ ആ കലങ്കിന്റെ പണിക്ക് കൺട്രാക്ടിനോട് എന്നെ അറിയാതെ നീ പൈസ വാങ്ങിച്ചവനാണ് സാറേ. അവിടെ അത് പറയരുത്. സത്യം പറ നടരാജ, നീ എന്റെ പേരും പറഞ്ഞ് ആരുടെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തുറന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ക്ഷമിക്കും. പക്ഷെ പിന്നെ വേറെ ആള് പറഞ്ഞ് ഞാൻ അറിഞ്ഞ നീ ഭൂമി പോലും ഉണ്ടാവില്ല. എന്താ പറഞ്ഞു? ഞാൻ സത്യം പറഞ്ഞപ്പോൾ ആരും 10 പൈസ തരത്തില്ല. പിന്നെ എങ്ങനെ ഞാൻ ചെയ്യും? മുത്തലക്ഷ്മിയോട് സത്യം. മുത്തുലക്ഷ്മിയാണ് സത്യം, ഞാനല്ല. ഞാനാണോ മുത്തുലക്ഷ്മി? ബാബു, പുരുഷു അവന്മാരൊക്കെ എവിടെയാണ്? എന്റെ അളി അവരാരും ഇത് ചെയ്യത്തില്ല. അങ്ങനെയൊന്നും നീ എന്നെ പഠിപ്പിക്കല്ലേ സാറേ. ഇത് പലതും ഞാൻ കണ്ട്. കൂടെ നിന്നിട്ട് കഴുത്തും ചെവിയും തിന്നണമാരാണ് എല്ലാം. എന്നെ അതുകൊണ്ട് അതൊന്നും പഠിപ്പിക്കണ്ട. അതുകൊണ്ട് അന്വേഷിച്ചോളാം. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ഒരു കണ്ണു വെച്ചോളാം. പറഞ്ഞേട്ടാ. എന്റെ പൊന്നളിയെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഇത് ചെയ്യത്തില്ല. അളിയ ഇത് നമ്മൾ അളിയന്റെ വീടും നമ്മളെ പറ്റി നല്ലോണം അറിയാവുന്ന ആരോ നമുക്കിട്ട് പണിയാൻ. അതാണ് ഞാൻ എന്റെ കൂടെ ഉള്ളമാരെ സംശയിച്ചത്. നിങ്ങളെയൊക്കെ അളിയ ഞങ്ങളെ മാത്രം സംശയിച്ചാൽ മതിയോ? അളിയ നമ്മുടെ ഓപ്പോസിറ്റ് കക്ഷിയെ സംശയിക്കാത്ത എന്ത്? എന്റെ ബലമായ സംശയം RDPയിലുള്ള പൂരാടമായിരിക്കും. കാരണം ഇപ്പൊ ഇലക്ഷൻ അടുത്ത് വരുവാണ്. നമ്മുടെ പ്രതിച്ഛായ തകർത്താലേ അവന്മാർക്ക് കുറച്ച് വോട്ട് പിടിക്കാം. അതിനുള്ള പരിപാടിയാണിത് അല്ലേ? പൂരാട അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൂരാടത്തിന്റെ അവസാനമാണ്. എന്റെ പേരും പറഞ്ഞ് കണ്ട ബംഗാളികളിൽ നിന്ന് പൈസ മേടിക്കാതെ 5000 രൂപ. എന്ത് നാണം കെട്ട പരിപാടിയാണ്. ഞാൻ ഇമാതിരി ചീപ്പ് പരിപാടി നിർത്തി വെച്ചൊക്കെയാണ്. അപ്പൊ അളിയൻ കൈക്കൂലി വാങ്ങിപ്പോ നിർത്തിയാ? ഞാൻ ഇനി 25,000 കുറച്ച് വാങ്ങിക്കില്ലെന്ന് തീരുമാനം എടുത്തിട്ടിരിക്കണം. അപ്പോഴാണ് 5000 വാങ്ങിച്ച് എന്നെ കൊച്ചാക്കാനായിട്ട്. ഓ അങ്ങനെ. നമുക്ക് ഇതേ ഒരു പണി തിരിച്ചു കൊടുത്താലോ? എന്ത് പണി? നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് പൂരാടത്തേക്ക് ഏതൊക്കെ ബംഗാളി കൊണ്ട് ഒരു 10,000 രൂപ വാങ്ങിച്ചാലോ? ഒന്നും മിണ്ടായിരിക്കൂടെ? പിന്നെ ഞാൻ ഇനി എത്ര നാൾ സഹിക്കണമെന്ന് നടരാജ. നീ ഇതൊന്നും ചെയ്യണ്ട. നീ ഇത് ആരാ ചെയ്തതെന്നൊന്ന് കണ്ടുപിടിച്ച് തന്നാൽ മതി. അത് പറ്റുമോ? അത് പറ്റും. ഞാൻ ഒരു കാര്യം പറയാം. സംശയമുള്ള ആരെ കണ്ടാലും വിടരുത്. എന്നെ അപ്പൊ വിളിച്ചറിയിക്കണം. പറഞ്ഞ മനസ്സിലായ? ഞാൻ ആരെയും വിടില്ല. എന്തായാലും നാളെ അസ്തമിക്കണതിനുള്ളിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിക്കണോല്ലേ? അത് ഞങ്ങളുടെ കൂടെ ആവശ്യമോ? എന്റെ ആവശ്യം. നിങ്ങൾക്കൊന്നും ആവശ്യമല്ല, എന്റെ ആവശ്യം.